അവിടെ തന്നെ ഇരുന്നോളൂ, ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ തൽക്കാലം കൊല്ലാൻ ഇപ്പൊ പദ്ധതിയില്ല. സമയമാകുമ്പോൾ ഇരിക്കുന്നിടത്ത് വന്ന് ഞാൻ തന്നെ തട്ടിക്കോളാം. ഇറാന്റെ പരമോന്നത നേതാവിനോട് ട്രംപ് പറയുന്നതാണ്. അതായത് നേരത്തെ ഇസ്രായേൽ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമീനിയെ കൊല്ലാനുള്ള പദ്ധതികളൊക്കെ ഇട്ടിരുന്നു, അത്തരത്തിലുള്ള നീക്കവും നടത്തിയിരുന്നു. ഇപ്പോൾ ട്രംപ് പറയുകയാണ്, ഞാൻ ഖമേനിയെ തീർക്കും. എന്താണ് ഇപ്പോൾ പുതിയ പശ്ചിമേഷ്യയിൽ യുദ്ധ സംഘർഷങ്ങൾ ഇങ്ങനെ വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ, അല്ലെങ്കിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ട്രംപിന്റെ ഈ പ്രതികരണം അത് ഇറാനെ എത്രത്തോളം ചൊടിപ്പിക്കും? ശരിക്കും പറഞ്ഞാൽ ഇറാന് വലിയ ഒരു സംഘർഷം ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ട്രംപ് നടത്തിയത്. കാരണം ട്രംപ് പറയാണ്, അയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്ന ഇറാന്റെ പരമോന്നത നേതാവ് ബങ്കറിൽ ഒളിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങളിപ്പോൾ കൊല്ലുന്നില്ല. അതുകൊണ്ട് തന്നെ നിരുപാധികം കീഴടങ്ങിക്കോ. അങ്ങനെ കീഴടങ്ങിയാൽ ഇസ്രയേലും ഇറാനും തമ്മിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാം. ഇത്തരത്തിലൊരു പ്രസ്താവന അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിലേക്ക് അമേരിക്ക നേരിട്ട് ഇടപെടാൻ പോകുന്നുവെന്നാണ്. അപ്പോൾ അയത്തുള്ള അലി ഖമനേയി ഒളിച്ചിരിക്കുന്ന സ്ഥലം അറിയാമെങ്കിൽ എന്തുകൊണ്ട് അയാളെ കൊല്ലുന്നില്ല? അയാൾക്ക് ഇത്രയും നാൾ സൈനിക രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇന്റലിജൻസ് വിവരങ്ങൾ നൽകുന്ന, ആണവ രഹസ്യങ്ങൾ ചർച്ച ചെയ്യുന്ന, ഭൗതിക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന മുഴുവൻ മേധാവികളെയും ഇസ്രയേൽ ആദ്യ ദിവസം തന്നെ വ്യോമാക്രമണത്തിൽ കൊലപ്പെടുത്തി. എന്നാൽ അന്ന് അയത്തുള്ള അലി ഖമനേയെ കൊന്നില്ല. എന്താണെന്ന് ചോദിച്ചപ്പോൾ അന്ന് വന്ന കോൺസ്പിറസി തിയറിയുടെ ഭാഗമായിട്ട് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് അതിന് അനുവാദം നൽകിയില്ല എന്നാണ്. എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, അങ്ങനെ ഒരു സംഭവമില്ല, ഞങ്ങൾ ഇപ്പോൾ അയത്തുള്ള അലി ഖമനേയെ വേണമെങ്കിൽ തീർക്കും, ഒരു പക്ഷേ അയാളെ കൊന്നാൽ മാത്രമേ ഈ പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തിരിച്ചു പിടിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മധ്യപൂർവ്വ മേഖലയിലേക്ക്, പശ്ചിമേഷ്യയിലേക്കൊക്കെ തന്നെ ഈ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ, അതുപോലെ തന്നെ പോർ വിമാനങ്ങൾ, ഇന്ധനം നിറയ്ക്കുന്ന, അതായത് ആകാശത്ത് വെച്ച് റീഫ്യൂവൽ ചെയ്യാൻ കഴിയുന്ന വിമാനങ്ങൾ, ഇവയെല്ലാം വരുന്നു. എന്തിനാണ് വരുന്നത്? ഒപ്പം തന്നെ ഡീഗോ ഗാർഷ്യയിൽ B-2 ബോംബർ വിമാനങ്ങൾ നിലയുറപ്പിക്കുന്നു. അപ്പോൾ ഏത് നിമിഷവും ഇറാന് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമെന്നതിൻ്റെ വ്യക്തമായ സൂചന നൽകുന്നു. G7 ഉച്ചകോടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോംപ്രമൈസ് രീതിയിലേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഡൊണാൾഡ് ട്രംപ് തനിക്ക് തിരക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ചർച്ച ഉപേക്ഷിച്ചിട്ട് പുറത്തേക്ക് പോയി. എന്നിട്ട് ഏതാണ്ട് 1.25 മണിക്കൂറോളം അദ്ദേഹത്തിൻ്റെ ഈ കോൺഗ്രസ്, അദ്ദേഹത്തിൻ്റെ ഈ സഭയുമായി ബന്ധപ്പെട്ട കുറേ ആളുകളുമായിട്ട് ചർച്ച നടത്തുന്നു. ഈ വലിയ ചർച്ചയ്ക്കിടയിൽ ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നിലവിൽ ഇസ്രായേലിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പെട്ടെന്ന് യുദ്ധത്തിലേക്ക് എടുത്തു ചാടണ്ട. എന്നാൽ മറുവിഭാഗം പറയുന്നു, അങ്ങനെയല്ല, നമ്മൾ ഇസ്രായേലിൻ്റെ കൂടെ ചേർന്ന് ഇറാൻ എന്ന് പറയുന്ന ആണവ ഭീഷണിയെ ഒഴിവാക്കണം. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇസ്രയേൽ ആദ്യ ദിവസം തന്നെ ആക്രമണം നടത്തിയത് നദാൻസ് എന്ന് പറയുന്ന ആണവ കേന്ദ്രത്തിലേക്കാണ്. ഈ ആണവ സംഭരണ കേന്ദ്രം എന്ന് പറയുന്നത് പർവ്വതങ്ങളാൽ മൂടപ്പെട്ട ഒരു സ്ഥലത്ത് ഭൂമിക്കടിയിലുള്ള 3 നിലയോളമുള്ള കെട്ടിടമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ മൊസാദ് ഇപ്പോൾ കണ്ടുപിടിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്, നദാൻസിലല്ല, ഫൊർദോ എന്ന് പറയുന്ന ഒരു ഉൾനാടൻ ഗ്രാമമുണ്ട്. ഈ ഗ്രാമത്തിലാണ് ശരിക്കും ഇറാൻ്റെ ആണവ പരീക്ഷണമൊക്കെ നടക്കുന്നത്. അവിടെ ഏതാണ്ട് 100 മീറ്ററിന് താഴെ 3 നിലകളുള്ള കെട്ടിടമുണ്ടെന്നും ഏതാണ്ട് 1 ലക്ഷത്തിലധികം സ്ക്വയർ ഫീറ്റുള്ള സ്ഥലമുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. എന്തായാലും അവിടേക്ക് ആക്രമണം നടത്താൻ ഇസ്രയേലിന് സാധിക്കുന്നില്ല. കാരണം പർവ്വത നിരകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം, കോൺക്രീറ്റ് ബിൽഡിങ്ങുകളാൽ നിറഞ്ഞ ഒരു പ്രദേശം. ആ പ്രദേശം എന്ന് പറയുന്നത് കുന്നുകൾക്കടിയിലാണ്. ഏതാണ്ട് 120 മീറ്റർ താഴേക്ക്, അല്ലെങ്കിൽ 20 അടിയുള്ള താഴേക്ക് കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊക്കെ തകർത്താൽ മാത്രമേ ഈ അറ്റാക്ക് പൂർണ്ണമാകൂ. അങ്ങനെ അറ്റാക്ക് നടത്തണമെങ്കിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വേണം. ബങ്കർ ബസ്റ്റർ എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിലേക്ക് തുളച്ച് കയറാൻ കഴിയുന്ന ആയുധം. ഈ ആയുധമുള്ളത് അമേരിക്കയുടെ കയ്യിലാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ആയുധം വേണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അമേരിക്കയുടെ ഇന്റലിജൻസ് വിഭാഗം മേധാവിയായ തുളസി ഗബാർഡ് പറയുന്നു, അമേരിക്കൻ ജനതയ്ക്ക് ഭീഷണി ഉണ്ടാക്കാത്ത ഒരു കാര്യത്തിൽ അമേരിക്ക അനാവശ്യമായി ഇടപെടേണ്ട കാര്യമില്ല. പക്ഷേ ട്രംപ് തൻ്റെ എക്സ് പ്ലാറ്റ്ഫോം എന്നറിയപ്പെടുന്ന ട്രൂത്തിലൂടെ വ്യക്തമാക്കുകയാണ്, അയത്തുള്ള അലി ഖമനേയി കീഴടങ്ങണം, കീഴടങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ ബങ്കർ അല്ലെ നിങ്ങളുടെ ഒളിത്താളം എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം, അവിടേക്ക് ഞങ്ങൾ വേണമെങ്കിൽ വരാം, ഇപ്പോൾ പക്ഷേ നിങ്ങളെ കൊല്ലുന്നില്ല, ഇതൊരു ഭീഷണിയാണ്. അപ്പം ഇറാൻ്റെ ആയുധ സംഭരണത്തിൻ്റെ 1/3 ശേഖരവും കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തിയ ആക്രമണങ്ങൾ ഇസ്രയേൽ തകർത്തു. 1/3 ശേഖരം എന്ന് പറയുന്നത് ഇറാൻ്റെ എപ്പോഴും വലിയ ശക്തി എന്ന് പറയുന്നത് അവരുടെ ഈ ബാലിസ്റ്റിക് മിസൈലുകളാണ്. ഒപ്പം തന്നെ അവർ ഹൈപ്പർസോണിക് മിസൈലുകൾ നിർമ്മിച്ചതായി പറയുന്നു. ഹൈപ്പർസോണിക് മിസൈലുകളുടെ പ്രത്യേകത ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കും. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ കയ്യിലേ ഉള്ളൂ. ഇത് ഇറാൻ്റെ കയ്യിൽ വന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന. അതുകൊണ്ടാണ് ഈ IDFൻ്റെ ആസ്ഥാനത്തേക്ക് കൃത്യമായിട്ട് ആക്രമണം നടത്താൻ ഇവർക്ക് സാധിച്ചത്. ഇതുപോലെ തന്നെ ടെല്ലവീവിലേക്ക് ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് ആക്രമണം നടത്തി എന്ന് പറയുന്നത്, എന്തായാലും ജെറുസലേമിലേക്കും ആക്രമണം നടത്തി. ഈ ആക്രമണത്തിൻ്റെയൊക്കെ പിന്നിൽ ഈ പറയുന്ന സൂപ്പർസോണിക് മിസൈലുകളായിരിക്കാം. അങ്ങനെ സൂപ്പർസോണിക് മിസൈൽ എവിടുന്ന് കിട്ടി? അപ്പം ഈ ഹൈപ്പർസോണിക് മിസൈൽ റഷ്യ ഇറാന് നൽകി. കാരണം ഡ്രോണുകളും മറ്റും നൽകി റഷ്യയെ ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ ഇറാൻ സഹായിച്ചിരുന്നു. അപ്പോൾ ഒരു പ്രത്യുപകാരം
ഉപകാരമായി ചെയ്തതായിരിക്കാം. എന്തായാലും ഇവരുടെ ആയുധ ശേഖരമൊക്കെ വലിയ രീതിയിൽ തകർത്തെറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇറാൻ ഇപ്പോഴും ആക്രമണത്തിൽ നിന്ന് പിന്മാറുന്നില്ല. ഇറാൻ ഇപ്പോഴും തുടർച്ചയായി ആക്രമണം നടത്തുന്നു. പക്ഷേ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഇതിനെ തകർക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇപ്പോൾ ഗൾഫിലെ അവരുടെ സൈനിക താവളങ്ങളിലെ സൈനിക ഉദ്യോഗസ്ഥരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും തയ്യാറായിരുന്നോളൂ, ഏത് നിമിഷവും ഒരു യുദ്ധത്തെ നേരിടാൻ ഒരുങ്ങിയിരുന്നോളൂ എന്ന് പറയുമ്പോൾ ഒരു യുദ്ധം എന്ന് പറയുന്നത് ഇസ്രായേലിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇറാനെ തകർക്കുക എന്നുള്ളതാണ്. ഇറാൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു മുസ്ലിം രാഷ്ട്രമാണ്. മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കാത്ത, മതത്തിൻ്റെ ഉള്ളിൽ തളച്ചിടുന്ന ഒരു രാജ്യം. ആ രാജ്യത്തെ പരമോന്നത നേതാവായ ആയത്തുള്ള അൽ ഖമനേയിയാണ് എപ്പോഴും ഈ യുദ്ധത്തിന് ആഹ്വാനം നടത്തുന്നതും ഈ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും. ഈ പശ്ചിമേഷ്യ മുഴുവൻ ഇപ്പൊ നമ്മൾ ഭയക്കുന്നുണ്ട് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ഇത്തരത്തിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ, അമേരിക്ക കൂടെ ഇടപെടുമ്പോൾ യുദ്ധം വലിയ രീതിയിലേക്ക് പോകും. അത്തരത്തിൽ പോവുകയാണെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിന് ഇവരെ സമാധാനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ, അതോ വലിയ രീതിയിലേക്ക് അത് യുദ്ധം, കാരണം യുദ്ധം ഉണ്ടായാൽ അത് എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. ഇപ്പൊ സൗദി അടക്കമുള്ള രാജ്യങ്ങളെ ഇത് വലിയ തോതിൽ ബാധിക്കും. ഇറാൻ യുദ്ധം നടത്തിയാൽ തൊട്ടടുത്ത് കിടക്കുന്ന സൗദിക്ക് വരെ ഇത് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ ട്രംപും അല്ലെങ്കിൽ അമേരിക്കയും കൂടി ഇസ്രായേലിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങിയാൽ ഇറാൻ തവിട് പൊടിയാണ്. പിന്നെ നോക്കേണ്ട ആവശ്യമേ ഇല്ല. ഈ ബങ്കർ മിസൈൽ പോലുള്ള അല്ലെങ്കിൽ അത്യാധുനിക മിസൈൽ സംവിധാനങ്ങൾ ഇസ്രായേലിന്റെ പക്കൽ ഇല്ല എങ്കിൽ അത് കൊടുക്കാൻ നിരവധി രാജ്യങ്ങൾ ഇസ്രായേലിനൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, കാരണം നമ്മളെ ഒരു സമയത്ത് സഹായിച്ച ഇസ്രായേലിന് ഒരു അത്യാവശ്യം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ആയുധങ്ങൾ നൽകി സഹായിക്കും. അപ്പൊ അത്തരത്തിൽ ഇസ്രായേലിനെ സഹായിക്കാൻ ഒരുപാട് രാജ്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ ഇറാന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്ന ഒരു ഔദാര്യമാണ്, എൻ്റെ ഔദാര്യത്തിൽ നീ ജീവിച്ചോളൂ എന്ന് ആയത്തുള്ള അലി ഖമനിയോട് പറയുകയാണ്. അപ്പൊ സ്വാഭാവികമായി അയാളുടെ മനസ്സിൽ അത്തരം ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ, ഇവൻ തന്ന പിച്ചയാണ് എൻ്റെ ജീവിതം എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ സ്വാഭാവികം യുദ്ധം ഏതൊക്കെ തരത്തിൽ വേണമെങ്കിലും സംഭവിക്കാം. വേണമെങ്കിൽ അണുവായുധം തന്നെ ഇട്ടുകൊണ്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് ഇവർ കടക്കാം. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടൊപ്പം ആശങ്കയിലുമാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയുണ്ട് ഇസ്രായേൽ ക്യാറ്റ്സ് പറയുന്നത് ആയത്തുള്ള അലി ഖമനേയ്ക്ക് സംഭവിക്കാൻ പോകുന്നത് ഇറാഖിന്റെ ഭരണാധികാരിയെ സദ്ദാം ഹുസൈന് സംഭവിച്ചതുപോലെയാണ്. കാരണം ഒരു കാലത്ത് സദ്ദാം ഹുസൈൻ ആളും അതുപോലെ അർത്ഥവും ഒക്കെ നൽകി സഹായിച്ചത് അമേരിക്കയാണ്. പിന്നീട് അതേ അമേരിക്ക തന്നെ സദ്ദാം ഹുസൈനെ പിടികൂടുന്നു, അയാളെ തൂക്കിക്കൊല്ലുന്നു. അതിന് സമാനമായ വിധി ആയത്തുള്ള അലി ഖമനേയെ കാത്തിരിക്കുന്നു. ആ പ്രശ്നം തീർക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഇറാൻ ആയുധം വെച്ച് കീഴടങ്ങണം. കാരണം ഇറാന്റെ കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും ലോകരാജ്യങ്ങൾക്ക് സംശയമാണ്. കാരണം ഏതെങ്കിലും കാരണവശാൽ തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നാൽ അന്തം വിട്ടവൻ എന്തും ചെയ്യുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇറാൻ എടുത്തു വെച്ച് ആണവ ബോംബുകൾ പ്രയോഗിക്കുക. കാരണം അവിടുത്തെ മതഭീകരത എന്ന് പറയുന്നത് അത്രത്തോളം ദൃഢമാണ്. മാത്രമല്ല അവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ ഒരു ഭരണമാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് ബെഞ്ചമിൻ നെതന്യാഹു ഒരു വീഡിയോ സന്ദേശത്തിൽ സ്വന്തം ജനങ്ങളോടും ഇറാൻ ജനതയോടും പറഞ്ഞിരുന്നു. കാരണം നിങ്ങളെ മതത്തിൻ്റെ ഒരു ചട്ടക്കൂടിനകത്ത് ഒതുക്കിയിരിക്കുകയാണ്, അത് പൊട്ടിച്ചെറിയണം, ഞങ്ങൾ അതിന് സഹായിക്കാം, നിങ്ങൾ അതിനോട് പൊരുത്തപ്പെടണം, സഹകരിക്കണമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇവിടെ ഇസ്രായേൽ ക്യാറ്റ്സ് പറയുന്നത്, ഡൊണാൾഡ് ട്രംപ് പറയുന്ന ഒരേ കാര്യമാണ്. അതായത് ആയത്തുള്ള അലി ഖമനയുടെ അന്ത്യം അടുത്തു. അത് ഏത് രീതിയിൽ വേണം, അതാണ് ട്രംപ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളെ കൊല്ലുന്നില്ല. ക്യാറ്റ്സ് പറയുന്നു സദ്ദാം ഹുസൈൻ്റെ വിധി വരുമെന്ന് പറയുന്നത്. ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഈ വെടിനിർത്തൽ അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റായ JD വാൻസും ഈ മധ്യമേഖലയുടെ ഈ പശ്ചിമേഷ്യയുടെ ഒക്കെ ചുമതലയുള്ള സ്റ്റീവ് വിറ്റ്കോഫ് ഉണ്ട്, ഇവരെ രണ്ടുപേരെയും ചർച്ചയ്ക്ക് അയക്കാമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ചർച്ച നടത്തുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നു, ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് ഇറാൻ സമ്മതിക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് ആയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്ന മത നേതാവ് കുടുംബസമേതം ബങ്കറുകളിലേക്ക് ഒളിച്ചോടുന്നു. പകരം ഇവിടെ പെസഷ്കിയാൻ എന്ന് പറയുന്ന പ്രസിഡന്റിനെ കളത്തിലേക്ക് ഇറക്കുന്നു. പെസഷ്കിയാനാണ് ഇനി എല്ലാ ചർച്ചകൾക്കും നേതൃത്വം നൽകുന്നതെന്ന് പറയുന്നു. കാരണം 86 വയസ്സുള്ള ആയത്തുള്ള അലി ഖമനേയി ഇപ്പോഴും സ്വന്തം ജീവന് വേണ്ടി പേടിക്കുന്നു. അപ്പോൾ ജീവനാണ് വലുത്, സ്വന്തം കുടുംബമാണ് വലുത്, അണികളെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ നിലപാട് സ്വീകരിക്കും. അപ്പോൾ ഈ മത നേതാക്കളുടെ നിലപാട് ഇതും പണ്ട് ഹമാസ് നേതാക്കൾ കാണിച്ചതാണ്, ഹിസ്ബുള്ള നേതാക്കൾ കാണിച്ചാണ്. അപ്പോൾ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് ഒരു കാലത്ത് പേജർ അറ്റാക്കുകൾ നടത്തി അവരെ ഞെട്ടിച്ചു. ഇതിന്
സമാനമായ ഒരു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തു വെച്ചിട്ടുണ്ടെന്ന് ഇറാൻ ഒരു മുന്നറിയിപ്പ് ഇസ്രായേൽ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവരെ അത്ഭുതപ്പെടുത്തുന്ന ഓപ്പറേഷൻസ് മൊസാദിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായാൽ നമുക്ക് അത്ഭുതം എന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമുക്ക് ഈ ഇസ്രായേൽ ഏതൊക്കെ തരത്തിലാണ് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി, സ്വന്തം ജനതയുടെ ജീവൻ രക്ഷയ്ക്ക് വേണ്ടിയും ഇറാനിലെ ജനങ്ങളുടെ ജീവന് വേണ്ടിയും ഏത് തരത്തിലാണ് ഇസ്രായേൽ മുന്നോട്ട് നീങ്ങുന്നത്, ഒപ്പം അമേരിക്കയും കൂടെ ചേരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ലോകം ആശ്ചര്യത്തോടെയാണ് നോക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.